Then ഡിജിറ്റാലിസിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രേയിഷ് കളറാണ്. ദെൻ ഒവേറ്റ് ലാൻസിയോലേറ്റ് അല്ലെങ്കിൽ ഒവേറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ഉണ്ട്, അത് പ്രധാനമായിട്ടും പഠിക്കണം. ചിലപ്പോൾ അതിനകത്ത് ചോദ്യങ്ങൾ വരാം. ടെസ്റ്റുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അനമോസൈറ്റിക് സ്റ്റൊമേറ്റ ആണ് അതിന്റെ പ്രത്യേകത. എന്ത് സ്റ്റൊമേറ്റയാണ്? അനമോസൈറ്റിക് സ്റ്റൊമേറ്റയാണ് ഡിജിറ്റാലിസിന്റെ പ്രത്യേകത. ഓൺ ബോത്ത് സർഫസ് ആൻഡ് വാട്ടർ പോസ് അറ്റ് ദ അപെക്സ് ഓഫ് മോസ്റ്റ് ഓഫ് ദ മാർജിനൽ ടീത്ത്. സോ ഈ ഗ്രാനുലാർ ട്രൈക്കോംസ് ഇതിനകത്ത് പ്രസന്റ് ആണ്. നമ്മൾ സെന്ന പറഞ്ഞു കാൽസ്യം ഓക്സൈഡിന്റെ ക്രിസ്റ്റൽസും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ടെന്നാ പറഞ്ഞ വാട്ടി ട്രൈക്കോംസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇവിടെ ഗ്രാൻഡുലാർ ട്രൈക്കോംസ് ആണ് നമുക്ക് ഡിജിറ്റാലിസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഈസി. ഗ്രാൻഡുലാർ ട്രൈക്കോംസ്. ഓക്കെ, then calcium oxalate and sclerenchyma. Digitalis is free of calcium oxalate and sclerenchyma. Such grains are present in the endodermis. So collenchyma ഉണ്ട് at the upper epidermis, lower epidermis, pericyclic part, which is also characteristic of digitalis. Okay, പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഗ്ലൈക്കോസൈഡ് എയ്ക്കും ബിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊക്കെയാ പഠിച്ചിട്ടുണ്ടാവും? കെല്ലർ കില്യാനി ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, കെല്ലർ കില്യാനി ടെസ്റ്റിനകത്ത് ഒരു റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിജിറ്റസോക്സ്. ഓക്കെ, സോ പ്രധാനമായിട്ടുള്ള ടെസ്റ്റ് ആണ് കെല്ലർ കില്യാനി ടെസ്റ്റ് ഫോർ ഡിജിറ്റസോക്സ്. അതേപോലെ നമ്മുടെ കാർഡിയാക് മസിൽസിന്റെ ഒക്കെ ടോണിസിറ്റി, എക്സൈറ്റബിലിറ്റി ഒക്കെ കൂട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിജിറ്റാലിസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇസ് അർജുന ബാർക്ക്. അവിടെ നമ്മൾ ഡ്രൈഡ് സ്റ്റെം ബാർക്ക് ഓഫ് ടെർമിനാലിയ അർജുനയാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ കാർഡിയോട്ടോണിക്സ് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് അല്ലെങ്കിൽ ഫോക്സ്ഗ്ലോ ലീഫ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റാലിസ് പെർഫ്യൂരിയ, ഡിജിറ്റാലിസ് ലെനാറ്റ അല്ലെങ്കിൽ വൂളി ഫോക്സ് ഗ്ലോ എന്ന് വിളിക്കും. അപ്പം ഈ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഏത് ഫാമിലിയാണ്? It belongs to the family of Scrophulariaceae. Okay, then Digitalis luteae, Digitalis thapsi. Digitalis thapsiനെയാണ് സ്പാനിഷ് ഫോക്സ് ഗ്ലോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഫോക്സ് ഗ്ലോ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചേ, ഡിജിറ്റാലിസ് എന്ന് പറയുന്നത് ഫോക്സ് ഗ്ലോ ആണ്. ഓരോന്നിനും ഓരോ പേരുണ്ട്. ഡിജിറ്റാലിസ് പെർപ്യൂരിയ, ഡിജിറ്റാലിസ് ലനാറ്റ, ദെൻ ഡിജിറ്റാലിസ് ലനാറ്റ തന്നെയാണ് വൂളി ഫോക്സ് ഗ്ലോ എന്നറിയപ്പെടുന്നത്. ദെൻ ഡിജിറ്റാലിസ് ലൂട്ടിയ, സ്ട്രോ ഫോക്സ് ഗ്ലോ, ദെൻ ഡിജിറ്റാലിസ് താപ്സി, Spanish foxglove belongs to the family Scrophulariaceae. Okay, then active constituents എന്തൊക്കെയാണ്? Glycosides A, B, digitoxin, lanatocyte A, B, C ഒരു കാർഡിയോട്ടോണിക് ആണ്. അഡൾട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് പ്രൈംറോസ്, ദെൻ കോംഫ്രീ. എന്തൊക്കെയാണ്? കോംഫ്രീയും അതേപോലെ പ്രൈംറോസ് ലീവ്സും ആണ് പ്രധാനമായിട്ട് നമ്മൾ ഇവരെ അഡൾട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അർജുന. അർജുന എന്ന് പറയുന്നത് സ്റ്റെം ബാർക്ക് ഓഫ് ടെർമിനാലിയ അർജുന ബിലോങ്സ് ടു ദ ഫാമിലി കോംബ്രിസിറ്റേസിയെ. സോ കോംബ്രിറ്റേസിയെ ഫാമിലി വരുന്നതാണ് അർജുന. സ്ക്രോഫ്ലറേസിയെ ഫാമിലി വരുന്നത് ഡിജിറ്റാലിസ്. എലാജിക് ആസിഡും ബീറ്റ സീറ്റോസ്റ്റിറോളും ആണ് നമ്മുടെ അർജുനയിലുള്ളത്. ഓക്കെ, ദെൻ കാർഡിയോട്ടോണിക്, ഹൈപ്പോടെൻസീവ് ആൻഡ് ടൊമാറ്റോസ. ഇത്രയുമാണ് കാർഡിയോട്ടോണിക്സ്. അത് 2 ഡ്രഗേ ഉള്ളൂ അർജുനയിൽ. അതേപോലെ തന്നെ നമ്മുടെ ഡിജിറ്റാലിസ് അല്ലെങ്കിൽ ഫോക്സ് ഗ്ലോ എന്ന് പറയുന്ന ഏജന്റ്. ഇനി നമ്മൾ കാർമിനേറ്റീവ് ആൻഡ് GI റെഗുലേറ്റേഴ്സ് തുടങ്ങാൻ പോവാണ്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് കാർമിനേറ്റീവ്? Carminatives are used to cleanse. These are the soothing medicaments that act by relieving the pain in the stomach and intestine and expel flatulence and gas from the GI tract by increasing peristalsis. അത് കാർമിനേറ്റീവ് എന്ന് പറയുന്ന ഏജന്റ് പെരിസ്റ്റാലിസിസ് കൂട്ടിക്കൊണ്ട് വയറിന്റെ അകത്ത് എവിടെയെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പെൽ ചെയ്ത് കളയാനും ആ ഒരു ഫ്ലറ്റുലൻസ് കുറയ്ക്കാനും വയറിലുള്ള പെയിൻ കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കാർമിനേറ്റീവ്സ്.
എക്സാമ്പിൾസ് ആണ് ജീരകം, മല്ലി, ഏലക്ക, കറുവാപ്പട്ട, ദെൻ പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്തിനോ ദീസ് ആർ കാർബണേറ്റീവ് അല്ലെങ്കിൽ GI റെഗുലേറ്റേഴ്സ്. സോ കാർബണേറ്റീവ് ഇപ്പൊ ഇൻഡൈജഷൻ ഉണ്ട് പേഷ്യന്റില്, ഇൻഡൈജഷൻ, ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? കാർബണേറ്റീവ്. കാർബണേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ വയറ്റിന്റെ ഡിസ്കംഫോർട്ട് കുറയ്ക്കുക. വയറ്റിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പെൽ ചെയ്ത് കളയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കാർബണേറ്റീവ്. സോ ദ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ റെഗുലേറ്റേഴ്സ് ആർ ദ ഏജന്റ്സ് which regulate the activity of GI tract. So GI tract ആക്ടിവിറ്റിനെ തന്നെ ദി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? GI ട്രാക്ടിന്റെ ആക്ടിവിറ്റിനെ റെഗുലറൈസ് ചെയ്യുക. ബെറ്റർ സ്റ്റൊമക്കിക് സ്റ്റിമുലന്റ്, അരോമാറ്റിക്, സയാഗോലോഗ്സ് ആൻഡ് ചൊവാലോഗോഗ്സ് ആൻഡ് ആന്റി എമിറ്റിക് ആൻഡ് അപ്പൻഡിസൈസ്. ഏറ്റവും ആദ്യം ഞാൻ കൊറിയാൻഡർ പറയാം. കൊറിയാൻഡർ അറിയാലോ? കൊറിയാൻഡർ എന്താ? കൊറിയാൻഡർ പറഞ്ഞേ. കൊറിയാൻഡർ ആക്റ്റീവായിട്ട് നിൽക്കണേ നിങ്ങൾ, എന്നാലും നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റുള്ളൂ. കൊറിയാൻഡർ എന്ന് മലയാളത്തിൽ പറയുന്ന സാധനം എന്താ? കൊറിയാൻഡർ എന്താ സാധനം? കൊറിയാൻഡർ മുളകാണോ? അല്ല, മല്ലി. മല്ലി. ആ, മല്ലിയുടെ ഒരു ഷേപ്പ് ആദ്യം മനസ്സിൽ ഒന്ന് വിചാരിച്ചേ. ഇങ്ങനെ കുറെ എന്താ പറയാ ലെയർ വന്ന് ഉണ്ടയായിട്ടാണ് മല്ലി ഇരിക്കുന്നത്, അല്ലെ? ജീരകവും അതുപോലെ, ഫെണലും അതുപോലെ തന്നെ എന്താ പറയാ കുറെ ലെയർ ആയിട്ട് നീളത്തിൽ ഇരിക്കുന്ന ഒന്നാണ് ജീരകം, അല്ലെ? ഞാൻ ഓരോന്നിനെയും പേര് പറഞ്ഞുതരാം കാർബണേറ്റീവിൽ വരുന്ന. നിങ്ങൾക്ക് ഇതിന് നോട്ട് കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യില് നോട്ട് കയ്യിലുണ്ടോ കുട്ടികളെ? ഞാൻ അന്ന് അയച്ചിരുന്ന നോട്ട് കയ്യിലുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ? നിങ്ങളുടെ കയ്യില് നോട്ട് ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഉണ്ടോ? നമ്മൾ അന്ന് മറ്റേ ആ ഒരു ഷോർട്ട് നോട്ട് പോലെ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അത് വെച്ചിട്ടാ പഠിക്കേണ്ടത്. അതിനകത്താണ് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഫാമേഴ്സ് ഗ്രേഡ് 2ന്റെ എക്സാമിന് പോകുന്ന സമയം എനിക്ക് എന്താ പഠിക്കേണ്ടതൊന്നും അറിയില്ല. അപ്പൊ ആ സമയം ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ആ മാം അവര് കംപ്ലീറ്റ് ടെക്സ്റ്റിനകത്ത് കൺസൈസ് ചെയ്തിട്ട് തന്നൊരു നോട്ടാണിത്. പക്ഷെ എനിക്ക് ആ എക്സാമിന് പോയിട്ട് കോഗ്നോസിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ പഠിച്ചിട്ട് മാത്രം പോയതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് തന്നെ തരുന്നത്. ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലെടുത്താൽ മതി. ഓക്കെ, അപ്പം ഏറ്റവും ബേസിക് ആയിട്ടും പഠിക്കാൻ പാടുള്ള കാര്യങ്ങൾ നോട്ടിലുണ്ടാവും. എന്നാൽ ഒരു ചോദ്യം വന്നാൽ ഇതിനെപ്പറ്റി ഇതുവരെ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കാർബണേറ്റീവ് അല്ലെങ്കിൽ GI റെഗുലേറ്ററി വരുന്ന ഓരോ ഇതിന്റെയും മലയാളത്തിലുള്ള പേരുകൾ ആദ്യം പഠിക്കുക. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെ, ഇതിന് ആദ്യം മലയാളത്തിലുള്ള പേര് പഠിക്കുക. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ വരും. ഏതാ ഫാമിലി എന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നെക്സ്റ്റ് അജോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊറിയാണ്ടർ, മല്ലി, ഫെണല്, ജീരകം. അജോവൻ എന്താ? അജോവൻ അല്ലെങ്കിൽ അജ്വൈൻ എന്നൊക്കെ പറയുന്നത് എന്താ? അയമോദകമില്ല, അയമോദകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അജോവൻ എന്നൊക്കെ അല്ലെങ്കിൽ കാരൽ സീഡ്സ് എന്നൊക്കെ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ അയമോദകം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ദെൻ ഏലക്ക നിങ്ങൾക്കറിയാം, കാർഡമം. ജിഞ്ചർ നിങ്ങൾക്കറിയാം, ഇഞ്ചി. ദെൻ ക്ലോവ് നിങ്ങൾക്കറിയാം. ക്ലോവ് എന്താ? ഗ്രാമ്പൂ, അല്ലെ? ഗ്രാമ്പൂരാണ് ക്ലോവ് എന്ന് പറയുന്നത്. ദെൻ സിന്നമൺ അറിയാം. നട്ട്മഗ് അറിയോ? നട്ട്മഗ് കേട്ടിട്ടുണ്ട്. നട്ട്മഗ്. ജാതിക്ക. നട്ട്മഗ് ആണ് ജാതിക്ക. ഓക്കെ. ദെൻ അസാഫോഡിറ്റ എന്താ? കായം. ഓക്കെ, അസഫോഡിറ്റ എന്താണ്? കായം. ദെൻ ബ്ലാക്ക് പേപ്പർ എന്താണ്? കുരുമുളക്. ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഏത് കാറ്റഗറി വരുന്നത്? കാർബണേറ്റീവ് അല്ലെങ്കിൽ GI റെഗുലേറ്റേഴ്സ്. അപ്പൊ ഏതൊക്കെയാണ്? ഫെണല്, കൊറിയാണ്ടർ, അയമോദകം, അജോവൻ, ദെൻ ഏലക്ക, കാർഡമൻ, ക്ലോവ്, ദെൻ പറഞ്ഞേ ജിഞ്ചർ, സിനമൺ, ജാതിക്ക, കായം, ബ്ലാക്ക് പെപ്പർ. ജാതിക്കയുടെ പേരെന്താണ്? നട്ട്മഗ്. അതും
അരീക്കാക്കട്ടും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. അരേക്കാക്കട്ട് എന്ന് പറയുന്നത് നമ്മുടെ അടക്കയാണ് കേട്ടോ, അരേക്കാനട്ട് എന്നൊക്കെ പറയുന്നത്. സോ അതല്ല, ദിസ് ഇസ് നട്ട്മെഗ്. നട്ട്മെഗ് എന്ന് പറയുന്നത് ജാതിക്കയാണ്. ദെൻ അസഫോയിഡിറ്റ അല്ലെങ്കിൽ ഡെവിൾസ് ഡങ് എന്ന് വിളിക്കുന്നതാണ് അസഫോയിഡിറ്റ, അത് കായമാണ്. ദെൻ ബ്ലാക്ക് പെപ്പർ. ഇത്രയുമാണ് നമുക്ക് നമ്മുടെ കാർബണേറ്റീവ് അല്ലെങ്കിൽ GI റെഗുലേറ്റേഴ്സിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമുക്ക് കൊറിയാൻഡർ പഠിക്കാം. ഓൾ ഇൻക്ലൂഡ് അംബിലിഫറസ് ഫ്രൂട്ട്സ് ആണ് ഈ പറയുന്ന കൊറിയാൻഡർ, ഫെണൽ, അജോവൻ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ബിലോങ്സ് ടു ദ ഫാമിലി അംബിലിഫറേ. അംബിലിഫറസ് ഫ്രൂട്ട്സ് എന്നാണ് കൊറിയാൻഡർ, ഫെണൽ, അജോവൻ, കാർഡമൻ, ജിഞ്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് അംബിലിഫറേ ഫാമിലിയാണ്. അപ്പം കൊറിയാൻഡർ എന്താണ്? ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്, ബിലോങ്സ് ടു ദ ഫാമിലി കൊറിയാൻഡ്രം. സറ്റൈവം ബിലോങ്സ് ടു ദ ഫാമിലി അംബിലിഫറേ. അതിനകത്ത് കൊറിയാൻഡ്രോൾ, കൊറിയാൻഡ്രൈൽ അസറ്റേറ്റ്, എൽ ബോർണിയോൾ, ജെറാനിയോൾ, പിനിൻ, ഇത്രയും സാധനങ്ങൾ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുണ്ട്. അരോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഫ്ലേവറിന്, കാർബണേറ്റീവിന്, സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ബോംബെ കൊറിയാൻഡർ ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കൊറിയാൻഡർ ആണ് പറയുന്നത്. മല്ലി, കൊറിയാൻഡർ ഫ്രൂട്ട് എന്നാണ് അതിന്റെ സിനോണിം. അതിന് ലീഫോ തണ്ടോ റൂട്ടോ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫ്രൂട്ട്, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കൊറിയാൻഡർ ഫ്രൂട്ട്. അതാണ് അതിന്റെ സിനോണിം. നെക്സ്റ്റ് ഈസ് ദ ബയോളജിക്കൽ സോഴ്സ്. These are fully dried ripe fruit of the plant known as Coriandrum sativum lin. ഇപ്പം നമുക്ക് പ്ലാന്റ് ഏതാണെന്ന് അറിയണം. ഏതാണ്? കൊറിയാൻഡ്രം sativum lin, ഫാമിലി അംബിലിഫറേ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, ഓൾറെഡി നിങ്ങളോട് ആദ്യം മൂന്നിന്റെയും മലയാളത്തിലെ പേര് ഞാൻ പറഞ്ഞു തന്നു. കൊറിയാൻഡ്രം, ഫെണൽ, അജോവൻ, ഇത് മൂന്നും എന്താ പറയാ, അംബിലിഫറേ ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി എന്താണ്? അംബിലിഫറേ. These fruits should contain not less than 0.3% of volatile oil. ഈ പറയുന്നവയിലെല്ലാം 0.3% വോളറ്റൈൽ ഓയിൽ ഉണ്ടായിരിക്കും. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എവിടെയായിട്ടാണ് കൂടുതലായിട്ടും കൊറിയാൻഡർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ കൾട്ടിവേറ്റഡ് ത്രൂ ഔട്ട് യൂറോപ്യൻ കൺട്രീസ്, എസ്പെഷ്യലി റഷ്യ, ഹംഗറി, ഹോളണ്ടിലൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ദ ഡ്രഗ് ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ, ഈജിപ്റ്റ്, മൊറാക്കോ. ഇൻ ഇന്ത്യ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലുള്ളത്. ഞാൻ എനിക്കൊന്ന് ലീല പ്രഭാകറിലാണെന്ന് തോന്നുന്നു. അതുവരെയും ഞാൻ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അത്ര കാര്യമായിട്ട് നോക്കാറില്ല. പക്ഷെ ഏതൊക്കെയോ MCQല് ഇന്ത്യയിൽ എവിടെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത് ചോദ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇപ്പം ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷനും കൂടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളും അത് ഫോളോ ചെയ്യാം. സോ നമുക്ക് ഇന്ത്യയില് ആന്ധ്രാപ്രദേശ്, ഓക്കെ, ദെൻ മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, UP ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ, ഇത്രയും സ്ഥലത്താണ് നമുക്ക് മല്ലി ഉൽപാദനം ഉള്ളത്. ഓക്കെ, സോ കൊറിയാൻഡർ ഇസ് ഗ്രോൺ ആസ് ഖാരിഫ് ആസ് വെൽ ആസ് റാബി ക്രോപ്പ്. അതിന് വേണ്ടുന്ന പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ, വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് സോയിൽ വേണം. 15 to 20 kg of fruit per hectare is required for cultivation. It is sown by drilling മെത്തേഡിലൂടെയാണ് അത് നടുന്നത്. റൊട്ടേറ്റഡ് വിത്ത് wheat, grains, അജോവൻ, ഒനിയൻ ഒക്കെ നട്ട പാടത്ത് ഒരു എന്താ പറയാ ഇടവേളയായിട്ട് ഒരു കൃഷി നടത്തി അടുത്ത കൃഷിക്ക് മുമ്പായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കൊറിയാൻഡർ എന്ന് പറയുന്നത്. സോ നമ്മൾ ക്രോപ്പ് നട്ടു 100ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്കത് വിളവെടുപ്പിനുള്ള സമയമാകും. Then J16, J214, J45 and new Pusa are few of the improved varieties of the coriander. About 2 lakh hectare of land ആണ് ഇന്ത്യയിൽ കൊറിയാൻഡറിന്റെ കൾട്ടിവേഷന് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ കൊറിയാൻഡർ അറിയാം, ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണുള്ളത്. ഓർഡർ ഇസ് അരോമാറ്റിക്, ദെൻ
ടേസ്റ്റി, സ്പൈസി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 മുതൽ 4 mm വരെ വരും അല്ലെ. ഒരു മല്ലി കയ്യിലെടുത്താൽ 2 മുതൽ 4 mm ഡയമീറ്ററും 4 മുതൽ 8 mm വരെ ലെങ്തും വരാറുണ്ട്. ദെൻ ഷേപ്പ് എന്താണ്? കൊറിയാണ്ടർ എന്ന് പറയുന്നത് ഒരു സബ് ഗ്ലോബുലാർ ക്രീമോ കാർപ്പസ് ഫ്രൂട്ട്. അതില് 10 പ്രൈമറി റിഡ്ജസും 8 സെക്കൻഡറി റിഡ്ജസും ഉണ്ട്. റിഡ്ജസ് അറിയാലോ, തണ്ണിമത്തന്റെ അകത്ത് ഇങ്ങനെ ഒരു വര പോലെ പുറന്തോട്ടിൽ കണ്ടിട്ടില്ല, റിഡ്ജസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മല്ലിക്കും പുറത്ത് വരകൾ കാണാനായിട്ട് സാധിക്കും. ദെൻ പ്രൈമറി റിഡ്ജസ് ആർ വേവി ആൻഡ് ഇൻകോൺസ്പീഷ്യസ് while secondary ridges are straight. It is further described as an endospermic and celospermic. 100 ഫ്രൂട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 gram വരെ വരുന്നു. ഓക്കെ, സോ ഒരു ബ്രൗൺ കളറാണ്, റിഡ്ജസ് ഉണ്ട്, പ്രൈമറി റിഡ്ജസ് ഉണ്ട്, സെക്കൻഡറി റിഡ്ജസ് ഉണ്ട്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് അതിന്റെ മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുക. എപ്പിഡാമിസ് ഏറ്റവും പുറത്ത് അല്ലെ ഓഫ് ദ പെരികാർപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിഗോണൽ ടാബുലാർ സെൽസ്. നോട്ട് ദ പോയിന്റ്. പോളിഗോണൽ ടാബുലാർ സെൽസ് ഉണ്ട് വിത്ത് സ്റ്റൊമേറ്റ. ദെൻ സെവറൽ എപ്പിഡാമൽ സെൽസ് കണ്ടെയ്ൻ പ്രിസം ഓഫ് കാൽസ്യം ഓക്സലേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ കാൽസ്യം ഓക്സലേറ്റ് നമ്മുടെ കൊറിയാണ്ടറിലും ഉണ്ട്. മീസോകാർ കൺസിസ്റ്റ് ഓഫ് inner അല്ലെങ്കിൽ outer layer of parenchyma, while the inner layer of sclerenchyma is between them. ഓക്കെ, പെരികാർപ്പിനും സ്ക്ലെറൻകൈമയ്ക്കും ഇടയ്ക്കായിരിക്കും പാർക്വിറ്റി സെൽസ് ഉണ്ടാകുന്നത്. സീഡ് ക്യാരക്ടറിസ്റ്റിക് ആണ്, ആംബിലിഫറസ് ഫ്രൂട്ട് ആണ്, ട്രൈകോംസ് ലിഗ്നിഫൈഡ് ആണ്, റെറ്റിക്കുലേറ്റ് പാരൻകൈമാറ്റസ് ആയിട്ടുള്ള അത് ആബ്സെന്റ് ആണ്. ഓക്കെ, നോ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആർ പ്രസന്റ്. ഫിക്സ്ഡ് ഓയിൽസ് ഉണ്ടാവും. ഓക്കെ, സോ ഫിക്സ്ഡ് ഓയിൽസ് ആർ ഫിക്സ്ഡ് ഗ്ലോബ്യൂൾസ് അത് എവിടെയാ ഉണ്ടാവുക? എൻഡോസ്പേമിന്റെ അടുത്താണ് ഫിക്സ്ഡ് ഗ്ലോബ്യൂൾസ് എല്ലാം ഉണ്ടാവുന്നത്. വോളറ്റൈൽ ഓയിൽ എന്ന് പറയുന്നത് എവിടെയാ? വിറ്റെ എന്ന് പറയുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ മല്ലിയുടെ ഒത്ത നടുക്കല്ല, തൊട്ടിപ്പുറം മാറി വിറ്റെ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റീജിയൻ ഉണ്ട്. അതാണ് ആ വിറ്റെ എന്ന് പറയുന്ന റീജിയനിലാണ് വോളറ്റൈൽ ഓയിൽ ഉള്ളത്. ദെൻ അല്യൂറോൺ ഗ്രെയിൻസ് എന്ന് പറയുന്നത് പോളിഗോണിലാണ്. തിക് വാൾഡ് സെല്ലുലോസ് പാരൻകൈമ അല്ലെങ്കിൽ എൻഡോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ്. എന്തൊക്കെയാണ്? 0.3 to 1% ഓഫ് വോളറ്റൈൽ ഓയിൽ. ഫിക്സ്ഡ് ഓയിലും പ്രോട്ടീനും അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഉണ്ടായിരിക്കണം. വോളറ്റൈലിനകത്ത് 90% ഓഫ് ഡി ലിനാഡിയോൾ ഉണ്ടായിരിക്കണം. ദെൻ കൊറിയാണ്ടർ ലീവ്സിന്റെ അകത്ത് നിറച്ചുള്ള ഏജന്റ് ആണ് വൈറ്റമിൻ എ. കൊറിയാണ്ടർ ലീവ്സ്. സോ മല്ലി ഇലക്കകത്ത് ഏറ്റവും കൂടുതലുള്ള എന്താണ്? വൈറ്റമിൻ എ ആണ് ഉള്ളത്. ഓക്കെ, സോ ഫ്രൂട്ട്സ് വോളറ്റൈൽ ആണ്, അരോമാറ്റിക് ആണ്, കാർമിനേറ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. കൊറിയാണ്ടർ ഓയിൽ പർഗേറ്റീവിന്റെ കൂടെ നമ്മൾ കൊടുക്കും ടു പ്രിവെന്റ് ഗ്രിപ്പിംഗ്. ഓക്കെ, ആൻഡ് ദിസ് ഇൻഗ്രീഡിയന്റ് ഓഫ് കോമ്പൗണ്ട് സ്പിരിറ്റ് ഓഫ് ഓറഞ്ചും കസ്കാര എലിക്സറും. സോ ബോംബെ കൊറിയാണ്ടർ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതിനകത്തുള്ള വോളറ്റൈൽ ഓൾറെഡി 0.3% നമുക്ക് കിട്ടുന്ന വോളറ്റൈൽ അതിനേക്കാളും കുറവായിരിക്കും ബോംബെ കൊറിയാണ്ടർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏജന്റിന്. അപ്പം ഇത്രയുമാണ് കൊറിയാണ്ടറിനകത്ത് വരുന്നത്. അടുത്ത ആംബിലിഫറസ് ഫ്രൂട്ട് ഇസ് ഫെനൽ. ഓക്കെ, ഫെനൽ ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ആംബിലിഫറസ്